മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്റ്റെപ്പായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറാണ്. സാധാരണ ഇപ്പൊ DC മോട്ടറും മറ്റേ മോട്ടറും എല്ലാം ആണ് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യില്ല, പക്ഷെ കുറെ സ്റ്റെപ്പ് ആയിട്ട്, ഒരു സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പ്, മൂന്ന് സ്റ്റെപ്പ്, അങ്ങനെ കുറെ സ്റ്റെപ്പ് എടുത്തിട്ടായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ സ്റ്റെപ്പിംഗ് മോട്ടർ അല്ലെങ്കിൽ സ്റ്റെപ്പ് മോട്ടോഴ്സ് എന്നെല്ലാം വിളിക്കാറുണ്ട്. ഓക്കെ, അതൊരു ബ്രഷ്ലെസ് DC ഇലക്ട്രിക് മോട്ടറാണ്. ബ്രഷ് ഇല്ല ഇതിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ ഇൻപുട്ടിനെ ഡിസ്ക്രീറ്റ് മെക്കാനിക്കൽ മൂവ്മെന്റ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളൊരു ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുക്കുന്ന മോട്ടറിന്, എന്നിട്ട് അത് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലാത്തത്. ഓക്കെ, ഡിസ്ക്രീറ്റ്, ഒരു സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പ്, മൂന്ന് സ്റ്റെപ്പ്, അങ്ങനെ തിരിയായിരിക്കുന്നത്. അപ്പൊ ഡിസ്ക്രീറ്റ് മെക്കാനിക്കൽ മൂവ്മെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മോട്ടറാണ് സ്റ്റെപ്പർ മോട്ടർ. പിന്നെ ഇതിനകത്ത് എന്താ പറയാ, അതിന്റെ പേര് സ്റ്റെപ്പർ മോട്ടർ അതുകൊണ്ടാണ് പേര്. കുറെ സ്റ്റെപ്പായിട്ട് കവർ ചെയ്യുന്നത് കാരണം സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സാധാരണ സ്റ്റെപ്പർ മോട്ടറിന്റെ സ്റ്റാൻഡേർഡ് മോട്ടർ എങ്ങനെയാന്ന് പറഞ്ഞാൽ 1.8 ഡിഗ്രീസ് വിത്ത് 200 സ്റ്റെപ്സ് പെർ റെവല്യൂഷൻ, അങ്ങനെയൊക്കെയാണ് അത് കറങ്ങുക. അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കണമെങ്കിൽ, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 200 സ്റ്റെപ്പുകൾ, അതായത് 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്, 4 സ്റ്റെപ്പ്, അങ്ങനെ 200 സ്റ്റെപ്സ് ഈച്ച് വിത്ത് 1.8 ഡിഗ്രി. അതായത് ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ കവർ ചെയ്യുന്ന ആംഗിൾ 1.8 ഡിഗ്രിയാണ്. ഓക്കെ, വീണ്ടും ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ 1.8 ഡിഗ്രി കവർ ചെയ്യും, വീണ്ടും ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ 1.8 ഡിഗ്രി. അതായത് നിങ്ങൾക്ക് ഈ 1.8 ഡിഗ്രി ഇൻറ്റു 200 ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടും. കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി തന്നെ അല്ലെ. 1.8 ഡിഗ്രി ഇൻറ്റു 200 എന്ന് പറഞ്ഞാൽ എന്താ, 360 ഡിഗ്രി അല്ലെ. അതായത് ഒരു സ്റ്റെപ്പിൽ കവർ ചെയ്യുന്ന ആംഗിൾ 1.8 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 200 സ്റ്റെപ്പ് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 360 ഡിഗ്രി കവർ ചെയ്യാൻ പറ്റൂ. സോ അതൊരു സ്റ്റാൻഡേർഡ് സ്റ്റെപ്പർ മോട്ടറിന്റെ കേസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്റ്റാൻഡേർഡ് സ്റ്റെപ്പർ മോട്ടർ 1.8 ഡിഗ്രി വെച്ചിട്ടാണ് കവർ ചെയ്യുക. എത്ര, 200 സ്റ്റെപ്പ് എടുത്തിട്ട്. ഓക്കെ, അപ്പം സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, പല ആംഗിൾ ആവാം. ചിലപ്പോൾ 90 ഡിഗ്രി ആവാം, അങ്ങനെയാണെങ്കിൽ 4 സ്റ്റെപ്പേ ഉണ്ടാവും. ഓക്കെ, 45 ഡിഗ്രി ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ 8 സ്റ്റെപ്പ് അല്ലെ. സോ അങ്ങനെ അപ്പൊ ഈ ആംഗിൾ നമ്മൾ എത്ര ആംഗിൾ ആണോ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റെപ്പ് ഡിക്രീസ് ആവും, അല്ലെങ്കിൽ സ്റ്റെപ്പ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആംഗിൾ ഡിക്രീസ് ആവും. കാരണം ഈ രണ്ട് സംഭവം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360 ഡിഗ്രി കിട്ടണം. കാരണം ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള സ്റ്റെപ്പർ മോട്ടറുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഒന്ന് സ്റ്റെപ്പ് ആംഗിൾ. ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു സ്റ്റെപ്പിൽ എത്ര ആംഗിൾ കവർ ചെയ്യുന്നു, അതാണ് സ്റ്റെപ്പ് ആംഗിൾ. അതായത് ദ ആംഗിൾ ത്രൂ വിച്ച് ദ മോട്ടോർ ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ഫോർ ഈച്ച് കമാൻഡ് പൾസ് ഈസ് കോൾഡ് സ്റ്റെപ്പ് ആംഗിൾ. അതായത് നിങ്ങൾ ഒരു ഇലക്ട്രിക്കൽ കമാൻഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ ആ സ്റ്റെപ്പർ മോട്ടർ ഒരു സ്റ്റെപ്പിൽ കവർ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, അതാണ് സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, എത്രത്തോളം സ്റ്റെപ്പ് ആംഗിൾ കുറവാകുന്നു, സ്മോളർ ദ സ്റ്റെപ്പ് ആംഗിൾ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് പെർ റെവല്യൂഷൻ ഹയർ ദ റെസൊല്യൂഷൻ. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എത്രത്തോളം ഈ ആംഗിൾ ചെറുതായി പോകുന്നു അതിനനുസരിച്ച് നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടി പോകും. അതവിടെ പറഞ്ഞിട്ട് സ്മോളർ ദ സ്റ്റെപ്പ് ആംഗിൾ എത്രത്തോളം ചെറുതാക്കുന്നു, നിങ്ങൾ സ്മോളർ ആക്കുന്നു, അത്രത്തോളം നമ്പർ ഓഫ് സ്റ്റെപ്സ് യൂസ്ഡ് ടു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് കൂടും, അതായത് റെസൊല്യൂഷൻ കൂടും. ഓക്കെ, സ്റ്റെപ്പ് ആംഗിൾ ക്യാൻ ബി ആസ് ലോ ആസ് 0.72 ഡിഗ്രി, 0.18 വരെ ആവാം, അതിനെക്കാട്ടും ചെറുതുമാവാം. ആൻഡ് സ്റ്റെപ്പ് ആംഗിൾ ക്യാൻ ഈവൻ ബി 90 ഡിഗ്രീസ്. ഓക്കെ, ഇപ്പൊ സ്റ്റെപ്പ് ആംഗിൾ ഇക്വേഷൻ എന്താ, സ്റ്റാറ്ററിന്റെ സ്പീഡ് മൈനസ് റോട്ടറിന്റെ സ്പീഡ്, സ്റ്റാറ്ററിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് മൈനസ് റോട്ടറിന്റെ ഇത് ഡിവൈഡഡ് ബൈ ns into nr into 360 ഡിഗ്രി. ഓക്കെ, അതിനെ പിന്നെ നമുക്ക് എങ്ങനെ ചെയ്താൽ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഒന്ന് റീറൈറ്റ് ചെയ്യാം, നമ്പർ ഓഫ് സ്റ്റാറ്റർ ഫേസസ് ഇൻറ്റു നമ്പർ ഓഫ് റോട്ടർ പീക്സ് എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലെല്ലാം ഡിപെൻഡ് ചെയ്യുന്നത് സ്റ്റെപ്പ് ആംഗിൾ. റെസൊല്യൂഷൻ, number of steps needed to complete one revolution of the rotor shaft. ഒരു കംപ്ലീറ്റ് 360 ഡിഗ്രി റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്ര സ്റ്റെപ്പ് എടുക്കുന്നു, അതാണ് റെസൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 200 ആയിരിക്കും. കാരണം ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 200 സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്സ് പെർ റെവല്യൂഷൻ. ഇറ്റ് ക്യാൻ ബി ഗിവൻ ആസ് 360 ഡിഗ്രി ബൈ ബീറ്റ, where ബീറ്റ ഈസ് ദ സ്റ്റെപ്പ് ആംഗിൾ. സ്ലൂയിങ്, അപ്പം
Operation at high speed, stepper motor operation at high speed is known as Louis. Okay, stepper motor basically high speed operate ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത സാധനമല്ല. കാരണം അത് കുറെ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ കറങ്ങുക, അല്ലാതെ കണ്ടിന്യൂസ് റൊട്ടേഷൻ അല്ല. സോ കണ്ടിന്യൂസ് റൊട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്റ്റെപ്പർ മോട്ടറിനെ കൂടെ നമുക്ക് കാര്യമില്ല. നമ്മുടെ ഈ മോട്ടർ ഉണ്ടാക്കി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അത് കുറെ സ്റ്റെപ്പ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ബൈ ചാൻസ് നമ്മൾ ആ സ്റ്റെപ്പർ മോട്ടറിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ then the operation is known as slewing. Okay, സ്റ്റെപ്പർ മോട്ടറിന് വേണമെങ്കിൽ 20,000 സ്റ്റെപ്സ് പെർ സെക്കൻഡ് എന്ന സ്പീഡിൽ വരെ കാണാൻ പറ്റും. ഓക്കെ, സോ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു ഇത്രയും ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ ഒരു ഓഡിബിൾ വൈൻ നമുക്ക് കേൾക്കാം, ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈക്വൽ ടു സ്റ്റെപ്പിംഗ് റേറ്റ് ഓഫ് ദ മോട്ടോർ ഷാഫ്റ്റ് സ്പീഡ്. അതായത് മോട്ടറിന്റെ ഷാഫ്റ്റ് കറങ്ങുന്ന ആ സ്പീഡിന്റെ ഫ്രീക്വൻസി ഉണ്ടാവില്ല, ആ ഫ്രീക്വൻസിയിലുള്ള ഒരു ഓഡിയോ സിഗ്നൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, അതായത് സ്റ്റെപ്പർ മോട്ടോർ യൂഷ്വലി ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഡിസൈൻ ചെയ്താണില്ല. പക്ഷെ നിങ്ങളൊരു സ്റ്റെപ്പർ മോട്ടറിനെ ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓഡിയോ സൗണ്ട് കേൾക്കാം, ഒരു ഓഡിയോ വൈൻ കേൾക്കാം. ഓക്കെ, ആ സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ റോട്ടർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന അതിന്റെ ഫ്രീക്വൻസിയുടെ സെയിം ആയിരിക്കും. ഓക്കെ, which is given by n is equal to beta into f divided by 360 rps. Okay, pulse repetition resolution frequency എന്ന് പറയുന്നത്. Okay, അതായിരിക്കും ആ ഫ്രീക്വൻസി. In construction working, stator has winding on it and usually acts like electromagnet. നമ്മൾ സാധാരണ സ്റ്റാറ്ററിനെ അതിനുള്ളിൽ നമ്മൾ കറന്റ് കൊടുക്കുന്നു, അതിനെ ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. Rotor has no winding, commutator or brushes. റോട്ടറിന് വൈൻഡിങ് ഉണ്ടാവില്ല, കമ്മ്യൂട്ടേറ്റർ ബ്രഷ് ഒന്നും ഉണ്ടാവില്ല. അതായത് റോട്ടറിന് മുകളിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. യൂഷ്വലി സാധാരണ അത് പെർമനന്റ് മാഗ്നറ്റ് ആയിരിക്കും. നമുക്ക് എപ്പോഴാണ് വൈൻഡിങ് എല്ലാം വേണ്ടത്, അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കും, അത് നമുക്ക് വൈൻഡിങ് ഒക്കെ വേണ്ടത്. ഇവിടെ അത് പെർമനന്റ് മാഗ്നറ്റ് ആണ്, അതിനൊരു പൊളാരിറ്റി ബൈ ഡിഫോൾട്ട് ഉണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും എടുക്കാനുമില്ല, അങ്ങോട്ട് സപ്ലൈ കൊടുക്കാനുമില്ല. അതുകൊണ്ട് വൈൻഡിങ് വേണ്ട, കമ്മ്യൂട്ടേറ്റർ വേണ്ട, ബ്രഷ് വേണ്ട. ഓക്കെ, റോട്ടർ ഉണ്ടാക്കുന്ന സ്റ്റാക്ക് ഓഫ് സ്റ്റീൽ ലാമിനേഷൻ വെച്ചിട്ടാണ്, കാരണം എഡി കറണ്ട് എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ unlike poles attract each other and like poles repel each other. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. The simple stepper motor has a step angle of 90 degree. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഇപ്പൊ രണ്ട് തരത്തിലുള്ള സ്റ്റെപ്പർ മോട്ടർ കാണിച്ചിരിക്കും. ഇത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പർ മോട്ടർ, ഇത് റോട്ടർ, ഇത് 4 സ്റ്റേറ്റർ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടറിനെ നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൻഡിങ്സ് വഴി നമുക്ക് അതിനെ എക്സൈറ്റ് ചെയ്യാം, കറണ്ട് കൊടുത്തിട്ട് എക്സൈറ്റ് ചെയ്യാം. ഇത് പെർമനന്റ് മാഗ്നറ്റ്, അതിന് ഓൾറെഡി ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ പോലായിട്ട് ഉണ്ടാവും. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് ആംഗിൾ 90 ഡിഗ്രിയാണ്. കാരണം ഇത് 90 ഒരു സിമ്പിൾ സ്റ്റെപ്പർ മോട്ടർ ആണ്. സിമ്പിൾ സ്റ്റെപ്പർ മോട്ടർ സ്റ്റെപ്പ് ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇത് ഇവിടുന്ന് പിന്നെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, നോർത്ത് പോൾ മുകളിൽ സൗത്ത് പോൾ താഴെ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് അത് ഇങ്ങനെ ഇരിക്കും. അതായത് 90 ഡിഗ്രിയാണ് കറങ്ങുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോട്ടർ, പിന്നെ അടുത്തത് 90 ഡിഗ്രി കറങ്ങിയിട്ട് നിൽക്കും. പിന്നെ അടുത്തത് അത് അവിടെ നിന്ന് 90 ഡിഗ്രി ഇങ്ങനെ കറങ്ങും, പിന്നെ 90 ഡിഗ്രി, പിന്നെ 90 ഡിഗ്രി. അപ്പൊ 4 സ്റ്റെപ്പിൽ ആ മൊത്തം റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. അതാണ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പർ മോട്ടർ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു കോംപ്ലക്സ് സ്റ്റെപ്പർ മോട്ടറാണ്. നിങ്ങൾക്ക് ഇവിടെ എന്താ പറയാ, ഇത് ഈ കളറിൽ കാണിച്ചിരിക്കുന്ന മുഴുവൻ നോർത്ത് പോളുകളാണ്. ഓക്കെ, ഇവിടെ കാണുന്ന മുഴുവൻ നോർത്ത് പോളുകളാണ്. അല്ലാത്ത ലൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന മുഴുവൻ സൗത്ത് പോളാണ്. അപ്പൊ എത്ര നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് ഇതിന്റെ മുകളിൽ? ഇവിടെ ആകെ ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് നോർത്ത് പോളും ഒരുപാട് സൗത്ത് പോളുകൾ ഉണ്ട്. സോ ഇറ്റ്സ് എ കോംപ്ലക്സ് സ്റ്റെപ്പർ മോട്ടർ. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റെപ്പ് ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇവിടെ സ്റ്റെപ്പ് ആംഗിൾ വളരെ ചെറുതായിരിക്കും, വല്ല 1.8 ഡിഗ്രിയോ 7.2 ഡിഗ്രിയോ അങ്ങനെ ചെറിയ സ്റ്റെപ്പ് ആംഗിൾ ആയിരിക്കും. കാരണം ചെറുത് ഒരു നോർത്ത് പോളിൽ പിന്നെ ഇങ്ങനെ മാറി, പിന്നെ ഇങ്ങനെ മാറി, ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് മൊത്തം കവർ ചെയ്യത്തുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒരു കാണിച്ചിരിക്കാം. അപ്പൊ ദ സ്റ്റാർട്ടർ എനർജൈസ്. അപ്പൊ ഇനി എപ്പോഴാണോ സ്റ്റാർട്ടറിന് നമ്മൾ DC സപ്ലൈ കൊടുത്തിട്ട് എനർജൈസ് ചെയ്യുന്നത്, അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നു. ഓക്കെ, ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റാർട്ടറിന്റെ മുകളിൽ ഇവിടെ നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, അങ്ങനെ അല്ലെങ്കിൽ സൗത്ത് പോൾ നോർത്ത് പോൾ, സൗത്ത് പോൾ നോർത്ത് പോൾ, അങ്ങനെ പൊളാരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതിന്റെ കേസിലും എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇപ്പോ നമ്മളെ സ്റ്റാർട്ടറിന് ഒരു DC സപ്ലൈ കൊടുത്തിട്ട് എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഇവിടെ സപ്പോസ് നോർത്ത് പോൾ ആണ് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ റോട്ടർ എന്ത് ചെയ്യും, അതിന്റെ സൗത്ത് പോൾ കൊണ്ടുപോയിട്ട് ഇവിടേക്ക് വെക്കും. അപ്പൊ ഇവിടെ നോർത്ത് പോൾ ആണ് ഉണ്ടായെങ്കിൽ റോട്ടർ കറങ്ങിയിട്ട് സൗത്ത് പോൾ ഇവിടെ കൊണ്ടുവെക്കും. ഓക്കെ, സോ
so basic principle എന്താണ്? Unlike poles attract each other and like poles repel each other. അപ്പോൾ ഇതിന്റെ unlike pole ആണ് north pole, ഇതിന്റെ unlike pole ആണ് south pole. So അതിനനുസരിച്ച് അവര് attraction principle കാണിച്ചാല് ആ റോട്ടർ നോർത്ത് പോളിന് സ്റ്റാർട്ടറിന്റെ നോർത്ത് പോളിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കും. ഓക്കെ, the direction of rotation depends upon sequence of pulse given. Okay, നമ്മള് എങ്ങനത്തെ സീക്വൻസ് ആണ്, കുറെ സീക്വൻസുകൾ ഉണ്ടാവും, 1000 1010 അങ്ങനെ ഇലക്ട്രിക്കൽ ഇൻപുട്ടുകൾ കുറെ ഉണ്ടാവും. എന്താ നമുക്ക് നോക്കാം. ആ ഇൻപുട്ടിന് അനുസരിച്ചായിരിക്കും ഇങ്ങോട്ട് കറങ്ങണോ അതോ ഇങ്ങോട്ട് കറങ്ങണോ തീരുമാനമാവുന്നത്. ഓക്കെ, ഇനി സ്പീഡ്, എത്ര സ്പീഡിൽ കറങ്ങണോ അതോ ഫ്രീക്വൻസി ഓഫ് പൾസ്, അതായത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്നാണ് നിങ്ങൾ ഇത് കൊടുക്കുന്നത്, അത് കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്നാണ് ഇത് കൊടുക്കുന്നത്, ആ ഫ്രീക്വൻസി എത്ര പെട്ടെന്നാണ് നിങ്ങൾ പൾസ് കൊടുക്കുന്നത്, ആ സീക്വൻസ് ഓഫ് പൾസ് കൊടുക്കുന്നത്, അതിനനുസരിച്ചിരിക്കും സ്പീഡ്. ഓക്കെ, പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് അതിനനുസരിച്ച് നല്ല സ്പീഡിൽ കറങ്ങും. ഇപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ 4 പോൾ, ഇവിടെ കാണിച്ചിരിക്കുന്നത് എത്ര പോളാ? ഇവിടെ നമ്മുടെ റോട്ടറിന് 2 ഇതുണ്ട്, സൗത്ത് പോൾ നോർത്ത് പോൾ, അതിന് എവിടെയും സൗത്ത് പോൾ നോർത്ത് പോൾ, പിന്നെ 4 പോളുകൾ, ഇവിടെ 4 പോളുകൾ. അപ്പൊ ഇതിനെ വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു കുറച്ചും കൂടി ഡെപ്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഇത്. അപ്പൊ സപ്പോസ് ഈ പോളിന്റെ പേര് 2A, ഇതിന്റെ 1B, ഇതിന്റെ 1A 2B, 4 പേര് കൊടുത്തു. എന്നിട്ട് 1A 1B 2A 2B അങ്ങനെ കൊടുത്തു. 4 സ്വിച്ചുകളാണ്. ഓക്കെ, 4 സ്വിച്ചിലേക്ക്, ഓരോ വൈൻഡിങ് ഓരോ സ്വിച്ചിലേക്ക് പോകുന്നു. ഇതും ഈ വൈൻഡിങ്ങും ഓപ്പോസിറ്റ്, ഇത് രണ്ടെണ്ണം കണക്റ്റഡ് ആണ്. അതിന്റെ ഒരു സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട് സപ്ലൈന്റെ. ഓക്കെ, ഈ വൈൻഡിങ് ഈ പോളും കണക്റ്റഡ് ആണ്. നമുക്ക് ഇവിടെ കാണാം, ഇതുവഴി ഇങ്ങനെ വയർ വഴി കണക്റ്റഡ് ആണ്. പക്ഷെ ഈ പോൾ ഡയറക്ട്ലി കണക്റ്റഡ് സപ്ലൈന്റെ നെഗറ്റീവ് ആയിട്ട്, ഈ പോൾ ഡയറക്ട്ലി കണക്റ്റഡ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈന്റെ പോസിറ്റീവ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതേപോലെ സപ്പോസ് ഈ 2 പേരിന്റെ എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കറങ്ങി ഇവിടുന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ ഈ പോള് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഈ സ്വിച്ച് ക്ലോസ് ആയി കഴിഞ്ഞാൽ സപ്ലൈന്റെ പോസിറ്റീവ് ആയിട്ടായിരിക്കും. പക്ഷെ അതേസമയം ഈ പോള് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതും പോസിറ്റീവ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇനി പല കോമ്പിനേഷൻസ് കൊടുക്കാം. ഓക്കെ, സപ്പോസ് ഇനി ഈ റോട്ടറിന് 2 രീതിയിൽ കറങ്ങാൻ പറ്റും. ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷനിലും കറങ്ങാം. ഓക്കെ, ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷനിലും കറങ്ങാം. ഓക്കെ, ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷന്റെ സീക്വൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷന്റെ സീക്വൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റോട്ടർ നിങ്ങൾക്ക് കാണാം, ഇത് 2 ഹെഡാണ്. ഓക്കെ, ഈ ഹെഡ് ഇപ്പൊ 4 പോളുകളാണ് സ്റ്റാർട്ടറുള്ളത്, 1 2 3 4. അപ്പൊ റോട്ടറിന്റെ ഈ ഹെഡ് ഏതെങ്കിലും ഒരു പോളിലേക്ക് കറക്റ്റ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിപ്പോ ഇതുമായിട്ട് നിൽക്കുക, ഈ ഹെഡ് ഇതുമായിട്ട് കറക്റ്റ് അലൈൻ ചെയ്ത് നിൽക്കുക, അതാണ് അങ്ങ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ ഇതുമായിട്ട് അലൈൻ ചെയ്യുക, ഇതുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ഈ റോട്ടറിന്റെ ഹെഡും പോളിന്റെ ഷൂവും കറക്റ്റ് അലൈൻ നിൽക്കുകയാണെങ്കിൽ ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷൻ ആണ്. ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണത്തിന് നടുവിലൊരു ഏരിയയില് ഗ്യാപ്പില് ഈ റോട്ടറിന്റെ ഹെഡ് ഇവിടേക്ക് നോക്കിയിട്ട് നിൽക്കുക, ഇങ്ങനെ ഡയഗണൽ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡയഗണൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ആ പൊസിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷൻ. ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷനിൽ അത് ഇങ്ങനെ നിൽക്കും, റോട്ടറിന്റെ ഇതില്ലേ കറക്റ്റ് ഇങ്ങനെ നിൽക്കും, പിന്നെ ഡയഗണൽ ആയിട്ട് നിൽക്കും, പിന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കും, പിന്നെ വെർട്ടിക്കൽ ആയിട്ട് നിൽക്കും, പിന്നെ അഗെയിൻ ഡയഗണൽ ആയിട്ട് നിൽക്കും, പിന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കും, പിന്നെ വീണ്ടും ഡയഗണൽ ആയിട്ട് നിൽക്കും, ഹൊറിസോണ്ടൽ. അപ്പൊ ഡയഗണൽ പൊസിഷൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷനിൽ. ഓക്കെ, മറ്റേ ഇത് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷൻ മാത്രം, റോട്ടറിന്റെ കറക്റ്റ് ഇതിന് വെർട്ടിക്കൽ ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കും മാത്രം. ഇപ്പൊ സപ്പോസ് നമുക്ക് ഈ പൊസിഷൻ എടുക്കാം, 100 1A എന്ന് പറഞ്ഞ സ്വിച്ചിൽ ഇവിടെ 1 കൊടുത്ത് ബാക്കിയില്ല ഓപ്പൺ ആക്കി വെച്ച് 0 കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ഈ 1A ഇവിടെ നേരെ ഇങ്ങോട്ടേക്കാണ് സപ്ലൈ പോകുന്നത്. അങ്ങനെയാകുമ്പോൾ ഇത് നോർത്ത് പോൾ ആവും, ഇത് സൗത്ത് പോൾ ആവും. ഈ റോട്ടർ ആണെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് അല്ലേ, ഓക്കെ, പൊതുവെ പെർമനന്റ് മാഗ്നറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇത് നോർത്ത് പോൾ ആയിട്ട് ആക്കിയാണെങ്കിൽ ഇവിടെ സൗത്ത് പോൾ ഓറിയന്റ് ചെയ്യും, ഇവിടെ നോർത്ത് പോൾ ഓറിയന്റ് ചെയ്യും. ഇനി അടുത്തത് നിങ്ങൾ 1B ആണ് സപ്ലൈ കൊടുക്കുന്നത്. 1B എവിടെ, ഇതിപ്പോ 1B സപ്ലൈ കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് നോർത്ത് പോൾ ആവും, ഇത് സൗത്ത് പോൾ ആവും. അപ്പൊ ഈ റോട്ടറിന്റെ സൗത്ത് പോൾ ഇങ്ങോട്ടേക്ക് നിൽക്കും, ഈ നോർത്ത് പോളിനെ അലൈൻ ചെയ്ത് നിൽക്കും, ഇതിന്റെ റോട്ടറിന്റെ നോർത്ത് പോൾ ഇതിന്റെ സൗത്ത് പോളായിട്ട് അലൈൻ ചെയ്ത് നിൽക്കും. അങ്ങനെ മാറുമായിരിക്കും ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷൻ. ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് 1A 1B രണ്ടും ഒരുമിച്ച് കൊടുത്തു, 1 കൊടുത്തു. അപ്പൊ 1A ഇതിന്
1 കൊടുത്തു, ഇത് ക്ലോസ് ചെയ്തിട്ട് സപ്ലൈ 1 കൊടുത്തു, 1B ഇതിന് നേരിട്ടിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ 1 കൊടുത്തു, ബാക്കി രണ്ടിനും സ്വിച്ച് ഓപ്പൺ ആണ്, ഇത് 2B ഇതൊക്കെ ഓപ്പൺ ആണ്, 2A ഒക്കെ ഓപ്പൺ ആണ്. അപ്പൊ 1A 1B മാത്രം ക്ലോസ് ചെയ്തു, 1A ക്ലോസ് ചെയ്തു, 1B ക്ലോസ് ചെയ്തു. അപ്പൊ സപ്ലൈ ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടി, ഇവനും ഡയറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഇതും നോർത്ത് പോളാവും, ഇതും നോർത്ത് പോളാവും. അപ്പൊ റോട്ടർ ആകെ കൺഫ്യൂഷൻ ആവും, ഇവന്റെ അടുത്തേക്ക് അലൈൻ ചെയ്തിരിക്കണം, ഇവന്റെ അടുത്തേക്ക് അലൈൻ ചെയ്ത് നിൽക്കണം. അവസാനം റോട്ടർ ഈ രണ്ട് പേര് നടുവിലേക്ക് അലൈൻ ചെയ്തിരിക്കും, ഈ ഹെഡ് ഇവിടേക്ക് ഡയഗണൽ ആയിട്ട് അലൈൻ ചെയ്തിരിക്കും. അപ്പൊ ആ ഡയഗണൽ പൊസിഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഇത് വെറും 8 എണ്ണാണെങ്കിൽ ഇത് 16 പൊസിഷൻസ് ഉണ്ട്, ഇത് 16 കോമ്പിനേഷൻസ് ഉണ്ട്. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എത്രത്തോളം പോൾസ് കൂടുന്നോ അക്യുറസി കൂടും. ഓക്കെ, ടൈപ്സ് ഓഫ് സ്റ്റെപ്പർ മോട്ടോർ. ടൈപ്സ് ഓഫ് സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പർ മോട്ടോർ നമുക്ക് വേരിയബിൾ റിലാക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ, പെർമനന്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടോർ, ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വേരിയബിൾ റിലാക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിൽ തന്നെ സിംഗിൾ സ്റ്റാക്ക് വേരിയബിൾ റിലാക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറും മൾട്ടി സ്റ്റാക്ക് വേരിയബിൾ റിലാക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ അതിന്റെ ബേസിക് ഡയഗ്രാം VR മോട്ടോർ, വേരിയബിൾ റിലാക്റ്റൻസ് VR എന്ന് വിളിക്കാം, പെർമനന്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടറിനെ PM മോട്ടർ എന്ന് പറയാം, മറ്റേ ഹൈബ്രിഡ് എന്ന് പറയാം. അപ്പോൾ മൂന്നെണ്ണത്തിന്റെ ഒരു റഫ് ഐഡിയ ആണ്. ഇപ്പൊ വേരിയബിൾ റിലാക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ. വേരിയബിൾ റിലാക്റ്റൻസ് എന്ന് പറയുമ്പോൾ റിലാക്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. റിലാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ മാഗ്നറ്റിക് സർക്യൂട്ട് ടു മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ ഇത് റോട്ടറാ, ഇത് സ്റ്റാറ്ററാണ്. അപ്പൊ ഈ രണ്ടിടത്തിലെ നടുവിലൊക്കെ മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ മാഗ്നറ്റിക് സർക്യൂട്ട് ടു മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ ഈ ഫ്ലക്സിന് എത്രത്തോളം ഒപ്പോസിഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഒപ്പോസിഷൻ ആണ് അതിന് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ റിലാക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ അല്ലേ, അതേപോലെ ഒരു ടേമാണ് റിലാക്റ്റൻസ്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള ഒപ്പോസിഷൻ നമ്മൾ റിലാക്റ്റൻസ് എന്ന് പറയുന്നു. സോ it is so called because the reluctance of magnetic circuit formed by rotor and stator teeth varies with the angular position of the rotor. അതായത് ഈ റോട്ടറിന്റെ ഇതാണ് വേരിയബിൾ റിലാക്റ്റൻസ് മോട്ടർ. ഈ റോട്ടറിന്റെ പൊസിഷൻ അനുസരിച്ച് ഇങ്ങനെ നിൽക്കാം, റോട്ടറിന് ഇങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം. അപ്പൊ ആ റോട്ടറിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ റിലക്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട് വേരി ചെയ്യുന്നു. അങ്ങനെയാണ് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ റോട്ടറിന്റെ പൊസിഷൻസിന്റെ അനുസരിച്ച് റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അതാണ് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് കോൾഡ് ബിക്കോസ് ദ റിലക്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്. ആരൊക്കെ ഫോം ചെയ്ത, റോട്ടറും സ്റ്റാറ്ററും കൂടി ചേർന്നിട്ട് ഫോം ചെയ്ത, റോട്ടറിന്റെ ടീത്തും മാഗ്നറ്റിന്റെ സ്റ്റാറ്ററിന്റെ ടീത്തും കൂടി ഒരുമിച്ച് ഫോം ചെയ്ത മാഗ്നറ്റിക് സർക്യൂട്ടിലെ അവിടുത്തെ റിലക്റ്റൻസ്, അതിന്റെ റിലക്റ്റൻസ് ആംഗുലർ പൊസിഷൻ ഓഫ് റോട്ടറിന്റെ ആംഗുലർ പൊസിഷൻ ഇങ്ങനെയാണോ നിൽക്കുന്നത്, അതിനനുസരിച്ച് മാറുന്ന ഒരു സർക്യൂട്ടാണ് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ. മിനിമം റിലക്റ്റൻസ് occurs with മിനിമം ഗ്യാപ്പ്. ഇപ്പൊ ഇവിടെ മിനിമം ഗ്യാപ്പ്, അപ്പൊ മിനിമം റിലക്റ്റൻസ് അല്ലെങ്കിൽ മിനിമം ഓപ്പോസിഷൻ ആയിരിക്കും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പൊ കൂടുതൽ ഗ്യാപ്പ് ആയിരിക്കും. അപ്പൊ ഡയഗണൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാവും, കൂടുതൽ റിലക്റ്റൻസ് ഉണ്ടാവും. സോ സ്റ്റാക്ക് ഓഫ് സ്റ്റീൽ ലാമിനേഷൻ, സ്റ്റീൽ ലാമിനേഷന്റെ സ്റ്റാക്ക് ആണ് അത്. ഓക്കെ, സ്റ്റീൽ ലാമിനേഷൻ കൊടുക്കുന്നത് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി റോട്ടർ എന്ന് പറയുമ്പോൾ ഈ നടുത്ത സാധനം സോഫ്റ്റ് ആയിട്ടുള്ള ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ രണ്ടെണ്ണത്തിന്റെ കേസിൽ പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഓക്കെ, ഇത് പെർമനന്റ് PM മോട്ടോഴ്സിന് പറയാം, പെർമനന്റ്ലി മാഗ്നറ്റൈസ്ഡ് മോട്ടോറിന് പറയാം, പേര് തന്നെ അങ്ങനെ വന്ന് ഇവിടെ പെർമനന്റ് മാഗ്നറ്റ്. ഹൈബ്രിഡ് മോട്ടോറിൽ ഇത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. പക്ഷെ ഇവിടെ അത് ഫെറോ മാഗ്നറ്റിക് അല്ല, സോഫ്റ്റ് ആയാണ്. സോളിഡ് ആവാം, ലാമിനേറ്റഡ് ആവാം. ഈ സാധനം സോളിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറെ സ്റ്റാക്ക് ചെയ്തിരിക്കുന്ന ലാമിനേഷൻസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിരിക്കാം എഡി കറന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സിംഗിൾ സ്റ്റാക്ക് ഓർ മൾട്ടി സ്റ്റാക്ക് ടൈപ്പ് ആവാം. സിംഗിൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഷാഫ്റ്റ് കാണാം, ഈ ഷാഫ്റ്റിന്റെ മുകളിൽ ഒരു സ്റ്റാക്ക്, 2 സ്റ്റാക്ക്, 3 സ്റ്റാക്ക്. അപ്പൊ ഇത് മൾട്ടി സ്റ്റാക്ക് അല്ല. അതായത് ഇങ്ങനത്തെ റോട്ടർ അല്ലേ, ഒരു ഷാഫ്റ്റിന്റെ മുകളിൽ കറങ്ങുന്ന സംഭവമല്ലേ നമ്മള് ഈ സാധനല്ലേ, ഇത് ഒരു ഷാഫ്റ്റിന്റെ മുകളിലാണല്ലോ. ഈ ഡാർക്ക് റെഡ് കളറിൽ കാണിക്കുന്ന ഷാഫ്റ്റാ, ഫ്രണ്ട് വ്യൂ ആ. അതിന്റെ ഷാഫ്റ്റിന്റെ മുകളിൽ ഇതിങ്ങനെ ഒരു റോട്ടർ, 2 റോട്ടർ, 3 റോട്ടർ, അങ്ങനെ 3 കുറെ സ്റ്റാക്കുകൾ ഉണ്ടെങ്കിൽ എന്താ മൾട്ടി സ്റ്റാക്ക് VR മോട്ടർ എന്ന് പറയും. ഒരൊറ്റൊന്ന് മാത്രമാണ്, ഒരു തണ്ടിന്റെ മുകളിൽ ഒരൊറ്റൊന്ന് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് സിംഗിൾ സ്റ്റാക്ക് വെർച്വൽ റിലക്റ്റൻസ് മോട്ടർ എന്ന് പറയും. ഓക്കെ,
അതാണ് ഇവിടെ പറഞ്ഞത്. റോട്ടർ ഹാസ് ലെസ് ടീത്ത് ദാൻ സ്റ്റാറ്റർ. നിങ്ങൾക്ക് ഇവിടെ കാണാം എപ്പോഴും റോട്ടറിന്റെ ഇവിടെ 1, 2, 3, 4 ടീത്ത് ആ സ്റ്റാറ്ററിനുണ്ട്. റോട്ടറിന് എത്രയുണ്ട്? 1, 2. എപ്പോഴും റോട്ടറിന്റെ സ്റ്റാറ്ററിനെക്കാട്ടും കുറവ് ടീത്ത്സ് ഉണ്ടാവും. അപ്പൊ 4 ടീത്ത് ഉണ്ടെങ്കിൽ 2 ടീത്തിലും കൂടി ഈസി ആയിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, 4 ടീത്ത് ഉണ്ടെങ്കിൽ ചെറിയ കൺഫ്യൂഷനും മറ്റ് കാര്യങ്ങളും വന്നേരും. സോ എപ്പോഴും റോട്ടറിന്റെ ടീത്ത് സ്റ്റാറ്ററിന്റെ ടീത്തിനെക്കാട്ട് കുറവായിരിക്കണം. ടോർക്ക് ആൻഡ് സ്റ്റെപ്പ് ആംഗിൾ. മോഡറേറ്റ് ടോർക്ക് ആണ് വേരിയബിൾ റിലാക്ടർ സ്റ്റെപ്പർ മോട്ടറിൽ. ലാർജ് സ്റ്റെപ്പ് ആംഗിൾസ് ആയിരിക്കും. പക്ഷെ ഡിറ്റൻ ടോർക്ക് കുറവാണ്. ഡിറ്റൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മോട്ടർ ഇങ്ങനെ കറങ്ങി കൊടുക്കുക, പെട്ടെന്ന് സപ്ലൈ പോയി വിചാരിച്ചു, അപ്പൊ അതിന് സപ്ലൈ കട്ട് ഓഫ് ചെയ്ത് വിചാരിച്ചു, അപ്പൊ അത് ആ ഒരു സ്ലിപ്പ് വിട്ടുപോകും, അപ്പൊ ഡ്രിഫ്റ്റ് ചെയ്ത് പോകും അതിൽ നിന്ന്. അപ്പൊ ആ ഡ്രിഫ്റ്റ് ചെയ്ത് മോട്ടർ ഡ്രിഫ്റ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോർക്കാണ് ഡിറ്റൻ ടോർക്ക്. അതായത് ഡിറ്റൻ ടോർക്ക് ഇസ് ദ ടോർക്ക് ഡെവലപ്ഡ് ഇൻ ദ റോട്ടർ. റോട്ടറിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടോർക്കാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് എഫക്ട് ഡ്യൂ ടു റെസിഡ്യൂവൽ മാഗ്നറ്റിസം. അതായത് നിങ്ങൾ അതിനെ ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് കുറെ നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റോട്ടറിന് അതിനൊരു പിന്നീട് സപ്ലൈ എടുത്ത് മാറ്റി കഴിഞ്ഞാലും ആ മാഗ്നറ്റിക് എഫക്ട് അതിൻ്റെ അകത്ത് കുറച്ച് നേരം നിൽക്കും. അതിന് റെസിഡ്യൂവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോർക്ക് ഡെവലപ്ഡ് ഇൻ ദ റോട്ടർ ഡ്യൂ ടു റെസിഡ്യൂവൽ മാഗ്നറ്റിസം വിച്ച് പ്രിവെന്റ് ദ റോട്ടർ ഫ്രം ഡ്രിഫ്റ്റിംഗ് when the motor supply is turned off. മോട്ടറിന്റെ സപ്ലൈ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇത് സ്റ്റാർട്ടറിന്റെ ഫ്ലക്സിന്റെ കൂടെ അതിനനുസരിച്ച് ഇതിങ്ങനെ കറങ്ങാണല്ലോ. അപ്പൊ അതിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോവാതെ കാത്തു സൂക്ഷിക്കുന്ന ആ ടോർക്കാണ് ഡിറ്റൻ ടോർക്ക്. അത് എവിടുന്ന് എങ്ങനെ ഉണ്ടാവുന്നത്? റെസിഡ്യൂവൽ മാഗ്നറ്റിസം കാരണത്താലും ഉണ്ടാവുന്ന ടോർക്കാണ്. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് പൊളാരിറ്റി ഓഫ് സ്റ്റാർട്ടർ. സ്റ്റാർട്ടറിന്റെ പൊളാരിറ്റിന് ഒരു ഡിപെൻഡൻസി ഇല്ല. അടുത്ത പെർമനന്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടർ. വേരിയബിൾ സ്പീഡ് ബ്രഷ്ലെസ് ഡി സി മോട്ടർ എന്ന് പറയാറുണ്ട്. ഓക്കെ, വേരിയബിൾ സ്പീഡ് ആണ് അതിന്റെ. സ്റ്റാർട്ടർ പ്രൊജക്റ്റിംഗ് പോൾസ് ഉണ്ട്. സ്റ്റാർട്ടറിന് ഇങ്ങനെ കുറെ പോൾസ് ഉണ്ടാവും, പ്രൊജക്റ്റിംഗ് പോൾസ് ഉണ്ടാവും. ബേസിക് സ്റ്റാർട്ടർ ഇലക്ട്രോമാഗ്നറ്റാ. റോട്ടർ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. റോട്ടറിന്റെ ഷേപ്പ് എന്താ? സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് റോട്ടറിന്. ഓക്കെ, മെയ്ഡ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു? സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരുന്നു. ഇവിടെ പെർമനന്റ് മാഗ്നറ്റ് വെച്ചിട്ടാണ്. അട്രാക്ഷൻ റിപ്പൾഷൻ വിത്ത് സ്റ്റാർട്ടർ ഇലക്ട്രോമാഗ്നറ്റ്. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ടോർക്ക് ഹൈ ടോർക്ക്. മറ്റേത് എങ്ങനെയായിരുന്നു? ടോർക്ക് മീഡിയം ടോർക്ക് ആയിരുന്നു, മോഡറേറ്റ് ടോർക്ക് ആയിരുന്നു, ലാർജ് സ്റ്റെപ്പ് ആംഗിൾ ആയിരുന്നു. ഇവിടെ എങ്ങനെയാ? ഹൈ ടോർക്കും മീഡിയം സ്റ്റെപ്പ് ആംഗിളും. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഡിപെൻഡ്സ് ഓൺ പൊളാരിറ്റി ഓഫ് സ്റ്റാർട്ടർ കറന്റ്. മറ്റേതിനകത്ത് സ്റ്റാർട്ടർ കറന്റിന്റെ പൊളാരിറ്റി നമ്മൾ ഡിപെൻഡ് ചെയ്യാൻ, ഇവിടെ സ്റ്റാർട്ടർ കറന്റിന്റെ പൊളാരിറ്റി നമ്മൾ ഡിപെൻഡ് ചെയ്യും. ഓക്കെ, കാരണം ഇവിടെ പെർമനന്റ് മാഗ്നറ്റ് ആണല്ലോ. ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇലക്ട്രിക് സ്റ്റെപ്പർ മോട്ടറും പെർമനന്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടറും ഇത് രണ്ടത്തിലും കോമ്പിനേഷൻ ആണ്. അതായത് സ്റ്റാർട്ടർ VR മോട്ടറിന്റെ കൺസ്ട്രക്ഷന് സിമിലർ ആണ്. റോട്ടർ പെർമനന്റ് PM മോട്ടറിന്റെ കൺസ്ട്രക്ഷന് സിമിലർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടോർക്ക് വെരി ഹൈ ടോർക്ക് നമുക്ക് കിട്ടും. ഓൾസോ ഹൈ ഡിറ്റൻ ടോർക്കും ഉണ്ട്. ഡിറ്റൻ ടോർക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്, ഇപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യാതെ കാത്തിരിക്കും. ബെസ്റ്റ് സൂട്ടാണ്. അത്രയ്ക്കും ചെറിയ ആംഗിൾ, സ്റ്റെപ്പ് ആംഗിൾ 1.8 ഡിഗ്രി 2.5 ഡിഗ്രി ഒക്കെ വേണ്ട സമയത്താണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുക. ഇനി മൂന്നാണ് തമ്മിലെ വ്യത്യാസം നോക്കാം. സ്പീഡ് ഏറ്റവും കൂടുതൽ VR മോട്ടറും PM മോട്ടറിന് സ്പീഡ് കൂടുതൽ, ഹൈബ്രിഡ് മോട്ടറിന് സ്പീഡ് പൊതുവെ കുറവാണ്. കാരണം അതിന്റെ സ്റ്റെപ്പ് ആംഗിൾ നിങ്ങൾ കണ്ടല്ലോ, അത്രയും ചെറിയ സ്റ്റെപ്പ് ആംഗിൾ വേണ്ട സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടോർക്ക് മീഡിയം, സ്മോൾ, ലാർജ്. ഹൈബ്രിഡ് മോട്ടറിന് അത്രയും ടോർക്ക് കൂടുതലാണ്. ഓക്കെ, പവർ ഔട്ട്പുട്ട് ലോ, ഹൈ, ലോ. സ്റ്റെപ്പിംഗ് ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷൻ. VR മോട്ടറിലെ ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷൻ പറ്റും. പെർമനന്റ് മാഗ്നറ്റിൽ ഫുള്ള്, ഹാഫ്, മൈക്രോ സ്റ്റെപ്പിംഗ് എല്ലാം പറ്റും. ഈ രണ്ടിടത്ത് എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻ പറ്റും. ഡിസൈൻ ആൻഡ് കോസ്റ്റ്. സിമ്പിൾ, മോഡറേറ്റ്, കോംപ്ലക്സ് ആൻഡ് ചീപ്പ്. ഇവിടെ കോംപ്ലക്സ് എക്സ്പെൻസീവ്, കാരണം ഹൈബ്രിഡ് അല്ലേ, അപ്പൊ എന്തായാലും കോംപ്ലക്സ് ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും, കാരണം ഈ രണ്ടിടത്തിന്റെ ഫീച്ചേഴ്സ് വേണം. റോട്ടർ കൺസ്ട്രക്ഷൻ. സാലിയൻ പോൾ ടൈപ്പ്. സാലിയൻ പോൾ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു, ഇങ്ങനെ ശരിക്കും പറയുന്നത് ഇവിടെ ഒരു ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ്. സാലിയൻ പോൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ഷൻ പോലെ ഉണ്ടാവും പോളിന്റെ അവിടെ. രണ്ടറ്റത്തും ഒരു പ്രൊജക്ഷൻ പോലെ ഉണ്ടാവും. അതിന്റെ സാലിയൻ പോൾ ടൈപ്പ് എന്ന് പറയുന്നത്. മറ്റേ സ്മൂത്ത് സിലിണ്ടറിക്കൽ ആണ്. ഹൈബ്രിഡ് ഓൾമോസ്റ്റ് സിലിണ്ടറിക്കൽ ഷേപ്പ് തന്നെയാണ്. റോട്ടർ മാഗ്നറ്റൈസ് ആവുന്നുണ്ട്. ഇവിടെ അയൺ ആയിരുന്നു യൂസ് ചെയ്തിരിക്കുന്നത്. ഫെറോമാഗ്നറ്റിക് അല്ല, സോഫ്റ്റ് അയൺ, അതുകൊണ്ട് മാഗ്നറ്റൈസ് ആവുന്നില്ല. ഇവിടെ പെർമനന്റ് മാഗ്നറ്റ്, അതുകൊണ്ട്
മാഗ്നറ്റൈസ് ആവുന്നുണ്ട്. ഇവിടെ രണ്ട് സ്ഥലത്തും പെർമനന്റ് മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് റോട്ടറിന് മാഗ്നറ്റിക് പവർ ഉണ്ടല്ലോ, മാഗ്നറ്റിക് കഴിവുണ്ടല്ലോ, കാരണം പെർമനന്റ് മാഗ്നറ്റ് അല്ലേ യൂസ് ചെയ്യും. നോയ്സ് ആൻഡ് എഫിഷ്യൻസി, ഇത് വി ആർ മോട്ടോർ നോയ്സിയാ, അപ്പൊ എഫിഷ്യൻസി കുറവാണ്. ഇവിടെ ക്വയറ്റ് ആണ്, അതുകൊണ്ട് എഫിഷ്യൻസി ഹൈ ആണ്. ഇവിടെയും ക്വയറ്റ് ആണ്, അതുകൊണ്ട് എഫിഷ്യൻസി ഹൈ ആണ്. ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കും. ടൈപ്പ് റൈറ്റർ, ലൈൻ പ്രിന്റർ. ടൈപ്പ് റൈറ്ററിൽ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ. ഇപ്പൊ പ്രിന്ററിൽ അതേപോലെ ഉപയോഗിക്കും. പ്രിന്ററിൽ പ്രിന്റ് വരുന്ന എങ്ങനെയാ, ഇങ്ങനെ ഒരു പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് വരികയല്ല ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ പേജ് മേലോട്ട് ഇങ്ങനെ വരിക. ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവിൽ ഉപയോഗിക്കും. പേപ്പർ ഫീഡർ പ്രിന്റർ. ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ തന്നെ ഫില്ലിംഗ്, ലേബിളിംഗ്, വൈൻഡിങ് മെഷീൻസ്, ഗോണിയോമീറ്റേഴ്സ്, പിക്കപ്പ് ആൻഡ് പ്ലേസ്, ഒരു സാധനം ഒരു സ്ഥലത്തിന് എടുക്കാൻ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുക, അങ്ങനത്തെ പിക്കപ്പ് ആൻഡ് പ്ലേസ്. മെഡിക്കൽ ആപ്ലിക്കേഷൻ, ഫ്ലാറ്റ് ബെഡ് മെഡിക്കൽ സ്കാനർ, X5 പ്ലോട്ടർ, അങ്ങനത്തെ സാധനങ്ങൾ. സെമി കണ്ടക്ടറിൽ വേഫർ പൊസിഷൻ ട്രാൻസ്ഫർ, ഒരു IC ഉണ്ടാക്കുന്ന സമയത്ത് വേഫറിനെ പൊസിഷൻ ചെയ്യണം. കാരണം പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും, IC ചിപ്പ് എടുക്കാൻ പറ്റും. 3D പ്രിന്റിംഗ്, ടെക്സ്റ്റൈൽ മെഷീൻസ്, റോബോട്ടിക്, ഇതെല്ലാം ആപ്ലിക്കേഷൻസ് ആണ്. അഡ്വാൻറ്റേജ്, എക്സലന്റ് റെസ്പോൺസ് ടു സ്റ്റാർട്ടിംഗ്, സ്റ്റോപ്പിംഗ്, റിവേഴ്സിംഗ്. വെരി സ്ലോ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ഷൻ സിമ്പിളാ, കോസ്റ്റ്ലി, വളരെ ചീപ്പാണ്, ഹൈലി റിലയബിൾ ആണ്. ഡിസഡ്വാൻറ്റേജ്, റെസൊണൻസ് ഒക്കെ ചെയ്യുന്നത് വരാം, മെലയിൽ കൺട്രോൾ ചെയ്യുന്നത്. എക്സ്ട്രീംലി ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, പറ്റും, പക്ഷെ അത് വലിയ യൂസ്ഫുൾ ആയിരിക്കില്ല. ഡെഡിക്കേറ്റഡ് കൺട്രോൾ സർക്യൂട്ട് വേണം. പിന്നെ യൂസ് മോർ കറന്റ് ദാൻ DC മോട്ടോഴ്സ്. ഇതൊക്കെയാണ് അതിന്റെ പ്രധാനം.